ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇതിൻ്റെ കൂടെ മുട്ടയും കൂടി ചേർത്തിട്ടാണ് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. കോവയ്ക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ മുട്ടയും കൂടി ചേർത്ത് തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വീട്ടിലുണ്ടായ കോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിനാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം മൂക്കാത്ത കോവയ്ക്കാണ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് കൂടുതൽ നല്ലത്. പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 15 ചുവന്നുള്ളിയാണ്. അപ്പോൾ ഇതിന് പകരം സവോളയാണ് വെച്ചെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ചുവന്നുള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുക്കണേക്കാളും കൂടുതൽ നല്ലത് ചതച്ചെടുക്കുന്നതാണ്. ഈ മെഴുക്കേറ്റിലേക്ക് ചതച്ച ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ചേർത്തിട്ടുള്ള ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ആ മുട്ട ചേർക്കണ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം തന്നെ വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കടുകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷമാണ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ തൃശ്ശൂർ സൈഡിലൊന്നും ഞങ്ങൾ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ കടുക് ചേർക്കാറില്ല കേട്ടോ. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ വെളുത്തുള്ളി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി ചുവന്നുള്ളിയുടെ കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോൾ മൂപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളി നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി മാത്രമാണ് ഇപ്പോൾ നമ്മൾ മൂപ്പിക്കുന്നത് കേട്ടോ. സാധാരണ മെഴുക്ക് പുരട്ടി വെക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുന്നത്. വെളുത്തുള്ളിക്ക് നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കുറച്ചും കൂടിയൊക്കെ കൂട്ടാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക അപ്പോൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് കുറേ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് അധികമായി പോകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കില്ല. ഇങ്ങനെ ചേർക്കുമ്പോൾ മെഴുക്ക് പുരട്ടിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അധികം എരിവുണ്ടാവില്ല, എന്നിട്ട് നല്ല കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കരുത്. ആവിയിൽ ഇരുന്നിട്ട് വേണം ഇത് വേവാനായിട്ട്. അപ്പോഴേ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അത് കോവയ്ക്കൊക്കെ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പകുതി വേവായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അതുപോലെ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ ആവിയിൽ വേണം ഇത് മെഴുക്കേറ്റി വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ടൊക്കെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ
കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിയിൽ തന്നെ വെന്ത് വരണം. നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ചേർത്ത ഉടനെ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മുട്ട ചേർത്ത ഉടനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതാകെ പൊടിഞ്ഞ് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പം മെഴുക്കുവരട്ടിയിൽ ഇത് വേറിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമുക്കിത് കാണാനും സാധിക്കും. അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ആകെ മുട്ടയും കൂടി ചേർന്ന് കുഴഞ്ഞു പോകും. ഇപ്പോൾ കണ്ടു, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിൽ ഉലർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ പാകാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ മുട്ടയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.